അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് ചമ്മന്തിയാണ്. ഈ ചമ്മന്തി ഗൾഫിക്ക് കൊടുത്ത് വിടാനാണ്, അതുകൊണ്ടാണ് ഇത്ര തോനെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് കാശ്മീരി മുളക് ഇതവിടെ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കണം. ഇത് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് സാധാ മുളക് കുറച്ച് വറുത്തെടുക്കാനുണ്ട്. നമ്മുടെ 2 മുളകും ഞാനിവിടെ വെളിച്ചെണ്ണയിൽ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നെട്ടികളൊക്കെ ഒന്ന് പൊട്ടിച്ച് മാറ്റാണ്ട്. ഇതൊരു മുളകുണ്ട്. ഇതൊരു മുളക് കണ്ടിട്ട് ആരും തന്നെ പേടിച്ച് പോകണ്ട. ഇത് 2 പേർക്ക് ഗൾഫിക്ക് കൊടുത്തു വിടാനുള്ള ചമ്മന്തിയാണ് ഇപ്പോൾ ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നെട്ടിയൊക്കെ ഒന്ന് പൊട്ടിച്ച് എടുത്ത് മാറ്റി വരാം. നമുക്ക് ഇവിടെ ജാറിലേക്ക് മുളക് ഇട്ട് കൊടുക്കാം. പാകത്തിന് ഇട്ട് കൊടുത്താൽ മതിട്ടാ. കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. അത് പുളിൻ്റെ വെള്ളം എന്നൊന്നും പറയില്ല, അതിനെ കട്ടിയുള്ള പുളിയാണ്. ഇത് കുരുള്ള കാരണം ഞാനിങ്ങനെ ആക്കിയെടുത്തതാണ്. അതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. നമുക്കിത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ചമ്മന്തി അരച്ചെടുക്കുമ്പോൾ നമ്മൾ മുളക് വറുത്തെടുത്ത വെളിച്ചെണ്ണ ഉണ്ടല്ലോ ബാക്കി, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒരിക്കലും കളയാൻ പാടില്ല. അത് നല്ല ഒരു ടേസ്റ്റാണ്. നമ്മൾ മുളക് വറുത്തെടുത്ത വെളിച്ചെണ്ണ അല്ലേ, അപ്പോൾ ആ വെളിച്ചെണ്ണക്ക് നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ അതാ ഞാൻ ഒരു ട്രിപ്പ് ഇവിടെ അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ അരച്ചെടുക്കണം. മറ്റുള്ളതും കൂടെ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അങ്ങനെ അതാ മക്കളെ, നമ്മുടെ ലാസ്റ്റ് ചമ്മന്തിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്കാണ് ഞാൻ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആദ്യം ഞാൻ അരച്ചെടുത്തിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാൻ മറന്നു പോയി. അതുകൊണ്ട് നമ്മൾ ആദ്യം അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ഒരു പാത്രത്തിലേക്ക്, അതിലേക്ക് നമുക്ക് ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് കുറേശ്ശെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണം മിക്സാക്കി എടുക്കാൻ. അപ്പോഴാണ് നമ്മളെ ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നല്ല ടേസ്റ്റായ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റിയ നല്ലൊരു അടിപൊളി ചമ്മന്തിയാണിത്. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഗൾഫിക്കും അല്ലെങ്കിൽ നമ്മളെ മക്കളൊക്കെ കോളേജിലേക്കും ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികളുണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കൊടുത്തയക്കാം. നല്ല ടേസ്റ്റാണ്. അധികം എരിവൊന്നുമില്ല. അതിനാണ് നമ്മൾ എരിവില്ലാത്ത മുളകും എരിവുള്ള മുളകും കൂടെ കൂട്ടി അരക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ചമ്മന്തി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്ത് വരാം. അപ്പോൾ അങ്ങനെ ഇതാ മക്കളെ, നമ്മുടെ നല്ല ടേസ്റ്റിയായ ചമ്മന്തി ഇതവിടെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഞാനിതവിടെ നല്ലോണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുപ്പിക്ക് ആക്കേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കുക. നല്ല ടേസ്റ്റാണ് ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കിയാൽ. ചോറിൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ, അതുപോലെ ദോശൻ്റെ കൂടെ, ബ്രെഡിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ ഒപ്പം കൂട്ടാൻ പറ്റിയ നല്ലൊരു അടിപൊളി സംഭവം തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കുക. പക്ഷേ കൂട്ടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ചമ്മന്തിയാണ്, തൊട്ട് കൂട്ടാനേ പാടുള്ളൂ. വാരി കൂട്ടണ്ട. വാരി കൂട്ടിയാൽ തീർച്ചയായിട്ടും ഇവരറിയും. അപ്പോൾ തൊട്ട് കൂട്ടുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം ഇൻഷാ അല്ലാഹ്.